എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ബോറേനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പോൾ വലിയ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമല്ലേ. അതായത് ആ വൂ എന്ന് പറയുന്ന ജിന്നിൻ്റെ കൂട്ടുകാരനെ എങ്ങനെയും കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജിന്നിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റുമെന്ന്. അങ്ങനെ ഇവളാണെങ്കിൽ ക്ലബ്ബിൽ വന്ന് ജോയിൻ ചെയ്യുന്ന നമ്മളുടെ ഈ വൂ എന്ന് പറയുന്ന കൂട്ടുകാരനില്ലേ, അവനുമായിട്ട് ഭയങ്കര കമ്പനി ആവാൻ വേണ്ടിയിട്ട് നോക്കും. നമ്മുടെ ബോറ വന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, നമുക്ക് രണ്ടുപേർക്കും ഒരു ടീം ആയാലോ, എന്തായിരുന്നാലും ക്ലബ്ബിൽ ടീമായിട്ട് വർക്ക് ചെയ്യണോ എന്നല്ലേ പറഞ്ഞേക്കുന്നത്, ഞാൻ നിൻ്റെ കൂടെ ടീം ആവാനാണ് ആഗ്രഹിക്കുന്നത് എന്നിവൾ ഓപ്പണായിട്ട് പറയും. ഇത് കേട്ട ഉടനെ നമ്മുടെ ആ വൂ ആണെങ്കിൽ അവളുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, സോറി എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇവളെ ഒരുമാതിരി ക്രോസ് കട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചിട്ട് അവിടെ നിന്നങ്ങ് പോവും. നമ്മുടെ ബോറ വിചാരിക്കും, എന്നാൽ ഇവൻ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തത്, ഞാൻ അതിന് അവനെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ബോറയാണെങ്കിൽ ഈ വൂവിനെ വിടാതെ പിന്തുടർന്നെയാണ്. അവനാണെങ്കിൽ ഒരു പൂത്തിലായിട്ട് വന്നിട്ട് നമ്മുടെ ജിന്നിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ഇങ്ങനെ ഡയൽ ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ബോറയ്ക്ക് കത്തും. അതായത് ഇവനാണെങ്കിൽ നമ്മുടെ ഈ ജിന്നിനെ ആയിരിക്കും വിളിക്കാൻ പോകുന്നത് എന്ന്, എന്തെങ്കിലും അർജൻറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവള് പുറകെ നിന്നിട്ട് നമ്മുടെ ഈ വൂ ഏത് നമ്പറിലാണോ വിളിക്കുന്നത് ആ നമ്പർ നല്ല സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ആ നമ്പർ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവളാണെങ്കിൽ എല്ലാ നമ്പറും നല്ല കറക്റ്റായിട്ട് വാച്ച് ചെയ്യും. എന്നാൽ ലാസ്റ്റിലത്തെ ഒരു നമ്പർ മാത്രം ഏതാണെന്ന് അവൾക്ക് മനസ്സിലാവത്തില്ല. അവളത് നോക്കിക്കൊണ്ട് നിൽക്കുക തന്നെ ഒരാൾ ഇവളുടെ മുമ്പിലായിട്ട് കയറി അങ്ങ് നിൽക്കും. നമ്മുടെ ബോറയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും ബോറ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ടൈപ്പൊന്നും അല്ല. അവളാണെങ്കിൽ അവളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡിയായിരുന്നു. അവളങ്ങനെ ആ കോളിംഗ് ബൂത്തിൽ ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്തുള്ള ഈ സിമിലർ നമ്പറിൻ്റെ താഴെയുള്ള നമ്പറുകളെല്ലാം നോക്കിയിട്ട് ആ നമ്പറിൽ ഓരോന്നിലായിട്ട് ഇവൾ കോളിംഗ് ബൂത്തിൽ വന്ന് വിളിക്കാനായിട്ട് തുടങ്ങും. ഓരോ തവണയും ഓരോ നമ്പറിൽ വിളിക്കുമ്പോഴും അവളാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കും, ഇത് ജോയുടെ നമ്പർ അല്ലേ എന്ന്. എല്ലാവരും പറയും, അല്ലല്ലോ നിങ്ങൾ ആരാ എന്ന്. അങ്ങനെ നമ്മളുടെ ബോറയാണെങ്കിൽ അവസാനത്തെ നമ്പറിൽ കോൾ ചെയ്യും. സത്യം പറഞ്ഞാൽ ഇവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ നമ്പർ ഇനി ജോയുടേതായിരിക്കത്തില്ലേ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ അവളാണെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതും വേഗം തന്നെ ചോദിക്കും, ഇത് ജോയുടെ നമ്പർ അല്ലേ എന്ന്. ഉടനെ തന്നെ ആ ഫോണിൻ്റെ അറ്റത്ത് നിന്ന് സംസാരിക്കും, അതെ ഇത് ജോയുടെ നമ്പരാ, ആരാ നിങ്ങളീ സംസാരിക്കുന്നത്. ഉടനെ തന്നെ നമ്മുടെ ബോറയാണെങ്കിൽ പറയും, ഞാൻ FM സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് പറഞ്ഞാൽ മതി, അടുത്തൊരു ബീപ്പ് കേൾക്കുമ്പോൾ ഏതാണെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്ത് സംസാരിക്കും. എന്നിട്ട് ഇവൾ ഈ ജോയ്ക്ക് വേണ്ടിയിട്ട് ബീപ്പ് സൗണ്ട് വെക്കാൻ വേണ്ടിയിട്ട് അതേപോലത്തെ ട്യൂണും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പാടും. നമ്മളുടെ ഈ ജോയ് ആണെങ്കിൽ അവിടെയായിട്ട് അവൻ്റെ ഫേവറേറ്റ് സോങ് പറയും. സത്യം പറഞ്ഞാൽ നമ്മുടെ ബോറയ്ക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഇവൻ്റെ ഫേവറേറ്റ് സോങ് ഏതാണെന്ന് ഇവൾ കണ്ടുപിടിച്ചതിൽ. അങ്ങനെ നമ്മുടെ ബോറ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എന്തായിരുന്നാലും നിങ്ങളുടെ പേജിൻ്റെ നമ്പർ അയച്ചു തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനകത്തോട്ട് ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് തരാം എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ജോയ് ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കും. അവനെല്ലാം കേട്ടോണ്ടിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ ആ ഫോണിൻ്റെ അറ്റത്ത് നിന്ന് ബോറ എന്ന് വിളിക്കും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ബോറ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അവൾ വേഗം തന്നെ കോൾ അങ്ങ് കട്ട് ചെയ്യും. അവൾക്ക് തന്നെ മനസ്സിലാവത്തില്ല, എങ്കിലും അവൻ എങ്ങനെയാണ് അവളെ ബോറയാണെന്ന് മനസ്സിലായത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെ നമ്മുടെ ബോറയാണെങ്കിൽ ക്ലബിലായിട്ടിരിക്കുന്നത്. അവിടെയായിട്ട് നമ്മളുടെ വൂ ഇങ്ങനെ കയറി വരും. ഇവനാണെങ്കിൽ നമ്മുടെ ബോറേനെ കാണുന്നതും ചോദിക്കും, ഇന്നലെ നീയല്ലേ വിളിച്ചത് എന്ന്. ഉടനെ തന്നെ നമ്മുടെ ബോറയാണെങ്കിൽ പറയും, ഞാനൊന്നും അല്ല. സത്യം പറഞ്ഞാൽ ഇവളിങ്ങനെ പറയുന്ന കേട്ടാലേ നമുക്ക് മനസ്സിലാവും അവൾ തന്നെയാണ് വിളിച്ചതെന്ന്. ഉടനെ തന്നെ നമ്മുടെ ബോറ ഭയങ്കരമായിട്ട് കിടന്ന് ഉരുണ്ട് കളിക്കും. അവൾ ചോദിക്കും, അല്ല നീ എന്തിനെ പറ്റി പറയുന്നത്, എന്ത് വിളിച്ചോന്നാ ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉടനെ തന്നെ വൂ വന്നിട്ട് പറയും, അല്ല നീ ഇന്നലെ ഫോൺ വിളിച്ചിട്ട് ജോയുടെ നമ്പറല്ലേ എന്ന് മാത്രമല്ലേ ചോദിച്ചത്, ആരാ സംസാരിക്കുന്നതെന്ന് ചോദിച്ചില്ലല്ലോ. ഞാനാണെങ്കിൽ പറഞ്ഞതുമില്ല ഞാൻ ജോയാണ് എന്ന്. നീ എന്നിട്ട് എന്തും പറഞ്ഞിട്ടാ ഇരുന്ന് സംസാരിച്ചേ എന്നൊക്കെ ചോദിക്കും. ഉടനെ തന്നെ നമ്മുടെ ബോറയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മുടെ വൂ പറയും, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും, ഞാൻ നിന്നെ സഹായിക്കാൻ വില്ലിങ്ങുമാണ്. പക്ഷേ എനിക്കാണെങ്കിൽ നിൻ്റെ അടുത്തുനിന്ന് ഒരു ഹെൽപ്പ് വേണം. നിൻ്റെ അച്ഛന് കാസറ്റ് കടയല്ലേ ഉള്ളത്, എനിക്കാണെങ്കിൽ ഒരു കാസറ്റ് വേണമായിരുന്നു, അത് നീ എനിക്ക് കൊണ്ടുതരുമോ. സത്യം പറഞ്ഞാൽ നമ്മുടെ വൂ ആണെങ്കിൽ ഇപ്പോൾ ബോറ എടുത്ത് പറഞ്ഞിരിക്കുന്ന ആ CD എന്ന് പറയുന്ന ഒരു 18+ എന്തോ ഒരു മൂവിയോ പാട്ടോ എന്തോ ആണ്. നമ്മളുടെ ബോറയും അത് കേൾക്കുന്നതും ഭയങ്കര ഷോക്കാകും. എന്തൊക്കെയായിരുന്നാലും അവളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ റെഡിയായിരുന്നു. അവൾ പറയും, ഓക്കെ
ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അത് കണ്ടുപിടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ കടയിൽ രാത്രി ഒളിഞ്ഞു കയറിയിട്ട് ആ CD കട്ടെടുത്തുകൊണ്ട് വരും. അവൾ നല്ല നൈസായിട്ട് ആ CD അങ്ങ് തൂക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ബോറയാണെങ്കിൽ ക്ലാസ്സിലായിട്ട് വന്നിരിക്കുന്നതാണ്. അവളുടെ കഷ്ടകാലം എന്ന് പറയണമല്ലോ. അന്നത്തെ ദിവസം തന്നെ ക്ലാസ് ടീച്ചറാണെങ്കിൽ എല്ലാവരെയും ബാഗ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ക്ലാസ് ടീച്ചർ വന്നിട്ട് പറയും എല്ലാവരും എന്നെ ബാഗ് തുറന്ന് കാണിക്കണം എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ബോറ നല്ല ടെൻഷനിലായിരുന്നു. അവളാണെങ്കിൽ ബാഗ് തുറന്ന് കാണിക്കാണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. ഉടനെ തന്നെ സാറ് വന്നിട്ട് പറയും അല്ല നീ എന്താ ബാഗ് തുറന്ന് കാണിക്കാതെ, നീയും അത് തുറന്ന് കാണിച്ചേ പറ്റത്തോളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോറയുടെ കയ്യിൽ നിന്ന് അയാൾ ബാഗ് അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിക്കും. ബാഗ് തുറന്ന് നോക്കുന്നതും ഈ സാറ് ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അയാൾ ചോദിക്കും ബോറ നീ ഇതെന്തോ കാണിച്ചു വെച്ചേക്കുന്നത്, നീ എന്തുവാ ഈ സ്കൂളിൽ കൊണ്ടുവരുന്നേ എന്ന്. ഉടനെ തന്നെ നമ്മുടെ ബോറ പറയും സാർ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അത് ഞാൻ വെറുതെ കൊണ്ടുവന്നതാ. സത്യം പറഞ്ഞാൽ നമ്മുടെ ബോറയ്ക്ക് എന്ത് പറയണമെന്ന് കൂടി അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈ വേണ്ടാത്ത സാധനങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടുവന്ന പെങ്കൊച്ചുങ്ങളെല്ലാം പുറത്ത് അവിടെ എല്ലാവരും കാണത്തക്ക രീതിയിൽ മുട്ടുകുത്തി നിർത്തിച്ചേക്കുന്നതാണ്. അവരെല്ലാവരും എന്താണോ കൊണ്ടുവന്നത് അതവരുടെ കയ്യിലോട്ട് പിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. എല്ലാ പെങ്കൊച്ചുങ്ങളും ഒരുങ്ങുന്ന സാധനം, കഴിക്കുന്ന സാധനം, സ്ട്രെയിറ്റ്നർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. എന്നാൽ നമ്മുടെ ബോറ മാത്രമാണ് ഭയങ്കര വെറൈറ്റിക്ക് 18+ ഒരു കാസറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലത്തെ പേജ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതെന്തുമാത്രം മോശപ്പെട്ട ഒരു CD എന്ന്. ഇവളിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും വഴിയെ പോകുന്നവരെല്ലാം അവളെ നോക്കിക്കൊണ്ട് പോകും. അതേപോലെ തന്നെ നമ്മുടെ വൂ അവിടേക്ക് വരും. അവനാണെങ്കിൽ നമ്മളുടെ ബോറയുടെ ഈ അവസ്ഥ കണ്ടിട്ട് അങ്ങ് ഭയങ്കര ചിരി വരും. ഇവനാണെങ്കിൽ അവളുടെ അടുത്ത് എന്ത് പറയണമെന്ന് കൂടി അറിയത്തില്ല. ഇവൻ എന്ത് ചെയ്യുന്നറിയാവോ, നമ്മുടെ ബോറയുടെ കയ്യിരിക്കുന്ന ആ കാസറ്റ് വാങ്ങിയിട്ട് ഇവളുടെ അടുത്ത് ഒന്നും മിണ്ടാണ്ട് അവിടെ നിന്നങ്ങ് പോവും. നമ്മുടെ ബോറയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരും. അവൾ വിചാരിക്കും എന്നാലും ഇവൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഒട്ടും ശരിയല്ല എന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് ദേഷ്യം നോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ബോറയ്ക്കാണെങ്കിൽ വേറെ ഒരു പണിഷ്മെൻറ്റ് കിട്ടുന്നയാ. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ അവിടുത്തെ ഈ ഫുട്ബോളൊക്കെ കളിക്കുന്ന സ്റ്റേഡിയം പോലത്തെ സ്ഥലമില്ലേ, അവിടെയും ക്ലീൻ ആക്കണമായിരുന്നു. നമ്മുടെ ബോറയ്ക്കാണെങ്കിൽ ഈ വൂവിനടുത്ത് നല്ല ദേഷ്യമുണ്ട്. അവളാണെങ്കിൽ അവിടെ ക്ലീൻ ആക്കാൻ നേരത്ത് മൊത്തവും നമ്മുടെ ഈ വൂവിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ശരിയാക്കണം എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ബോറയാണെങ്കിൽ വൈകുന്നേരം അവളുടെ അച്ഛൻ്റെ ആ CD ഷോപ്പിൽ ചെന്നിരിക്കുന്നത്. അവിടെയായിട്ട് നമ്മളുടെ വൂ ഉണ്ടല്ലോ ജിന്നിനെയും കൊണ്ട് വരുന്നതാണ്. ഇത് കാണുന്നത് നമ്മുടെ ബോറയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. അവൾ വിചാരിക്കും എന്നാലും ഇവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തല്ലോ, അവൻ എന്തിനാ ഇപ്പോൾ ഈ ജിന്നിനെയും കൊണ്ട് എൻ്റെ കടയിലോട്ട് ഡയറക്റ്റ് വന്നേ എന്ന്. നമ്മളുടെ വൂ ആണെങ്കിൽ ഈ ജിന്നിൻ്റെ അടുത്ത് പറയും എടാ ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടുത്തെ CD കടയിൽ നിന്ന് സ്ഥിരമായിട്ട് CD എടുക്കുന്ന ഒരാളാണ്. എനിക്കാണെങ്കിൽ ഇവിടെ ഒരു മെമ്പർഷിപ്പും ഉണ്ട്. നീയാണെങ്കിൽ നിൻ്റെ പേജ് നമ്പർ ഇവിടെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ എനിക്കൊരു പുതിയ CD എടുക്കാൻ പറ്റും, നീ എനിക്ക് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കും. ഉടനെ തന്നെ ജിന്ന് പറയും പിന്നെന്താടാ എന്നും പറഞ്ഞിട്ട് അവിടുത്തെ പേപ്പറിനകത്തായിട്ട് നമ്മുടെ ജിന്ന് അവൻ്റെ പേജ് നമ്പർ എഴുതി കൊടുക്കും. അങ്ങനെ നമ്മുടെ ബോറയ്ക്കാണെങ്കിൽ ഈ ജിന്നിൻ്റെ പേജ് നമ്പറും കിട്ടിയിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര സന്തോഷം. അവൾ അതെല്ലാം ഇവളുടെ ഫ്രണ്ടിനെ അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോറയും അതേപോലെ തന്നെ വൂവും കൂടി ചേർന്നിട്ട് ഒരു പിക്നിക്ക് പോലത്തെ ഒരു സ്ഥലത്തായിട്ട് വന്ന് നിൽക്കുന്നതാണ്. ഇവരാണെങ്കിൽ വീഡിയോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുവാണ്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ബോറയ്ക്ക് എങ്ങനെയെങ്കിലും ജിന്നിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയണം. അവളാണെങ്കിൽ അവിടെ നിന്നിട്ട് ഈ ജിന്ന് ആരുടെയൊക്കെ കൂടെയാണോ സംസാരിക്കുന്നത് അവരെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അവൾക്കാണെങ്കിൽ ഇവനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നാ. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ബോറയാണെങ്കിൽ വൂവിൻ്റെ അടുത്ത് ചോദിക്കും അല്ല ഇവന് ഗേൾ ഫ്രണ്ട് വല്ലതും ഉണ്ടോ. ഉടനെ തന്നെ നമ്മളുടെ വൂ പറയും ഇല്ലല്ലോ, എന്തു പറ്റി, അവൻ ഏത് തരത്തിലുള്ള പെങ്കൊച്ചിനെ ഇഷ്ടമെന്ന് നമ്മുടെ ബോറ അവൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ നമ്മളുടെ വൂ പറയും അതെനിക്ക് അറിയത്തില്ല എന്ന്. അപ്പോൾ നമ്മളുടെ ബോറ ചോദിക്കും അവൻ എന്താവണമെന്ന് ആഗ്രഹം. അപ്പം നമ്മളുടെ വൂ ഇങ്ങനെ പറയാൻ തുടങ്ങും എനിക്കാണെങ്കിൽ സിനിമാറ്റോഗ്രഫി അങ്ങനെയുള്ളൊരു ഫീൽഡാണ് നല്ലത്, എനിക്ക് നല്ല സൗന്ദര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയ അതിന് ഇഷ്ടമാണ് എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ബോറയാണെങ്കിൽ തിരിഞ്ഞു നിന്നാൽ അവനെ നോക്കിയിട്ട് ചോദിക്കും അല്ല നിന്നെ പറ്റി ആരാ ചോദിച്ചത്, ഞാൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ആ ജിന്നിനെ പറ്റിയിട്ടാണ്, അവൻ എന്താണ് ഇഷ്ടമെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയും. ഉടനെ തന്നെ നമ്മളുടെ വൂ പറയും അത് എനിക്കെങ്ങനെ അറിയാം, നിനക്ക് വല്ലതും അറിയണമെങ്കിൽ നീ അവൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം. നമ്മളെ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരുടെയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ക്ലബ്ബിൽ ജോയിൻ ചെയ്തേക്കുന്നത് തന്നെ ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ, നിനക്ക് വീഡിയോ എടുക്കാൻ അറിയാമോ. അപ്പം നമ്മുടെ ബോറ പറയും എനിക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ല. അപ്പം നമ്മളുടെ വൂ പറയും എന്നാൽ പിന്നെ ഞാൻ നിനക്ക് വീഡിയോ എങ്ങനെ എടുക്കുന്നതെന്ന് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ എല്ലാ ടിപ്പൊക്കെ നമ്മളുടെ ബോറയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇവക്കാണെങ്കിൽ നമ്മളുടെ ഈ വൂ
വൂ ഉണ്ടല്ലോ ഇവളുടെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് എന്തോ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അവളാണെങ്കിൽ പറയാം മതി മതി എനിക്ക് പറഞ്ഞു തന്നത് എനിക്ക് ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഞാൻ എന്തായിരുന്നാലും ഇത് വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തോളാം എന്നൊക്കെ പറയും. അങ്ങനെ നമ്മളുടെ വൂ ആണെങ്കിൽ പറയും ഓക്കെ എങ്കിൽ പിന്നെ നീ വീഡിയോ എടുക്ക്, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് മാറി നിൽക്കും. ഇവളുടെ കയ്യിൽ ക്യാമറ കിട്ടുന്നേ നമ്മളുടെ ഈ ബോറയാണെങ്കിൽ ആ ക്യാമറ വെച്ചിട്ട് ജിന്നിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവൻ എന്തുവാ ചെയ്യുന്നത്, ആരെടുത്ത് സംസാരിക്കുന്നത് എന്നൊക്കെ. എന്നാൽ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളുടെ ഈ വൂ ഉണ്ടായിരുന്നു. അവനെ ഇങ്ങനെ അവൾ സൂം ചെയ്ത് കാണുന്നതും അവൾ വിചാരിക്കും എന്നാൽ ഇവൻ എന്ത് സുന്ദരനാ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ബോറയ്ക്കാണെങ്കിൽ ഈ വൂവിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയായിരുന്നു. അവളുടെ ഹേർട്ട് ചെറുതായിട്ട് അവന് വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.